ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇൻ്റർലേക്കൻ OST ചെക്കൗട്ട് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ഇൻ്റർലേക്കൻ OSTയിലേക്ക് ബസ് കയറിയിട്ട് അവിടെ നിന്ന് നേരെ സൂറിച്ച് മെയിൻ സ്റ്റേഷനിലെത്തും. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പാരീസിലേക്ക്. അപ്പോൾ ട്രെയിൻ വരുന്നത് 1:30 ട്രെയിൻ വരുന്നത് സൂറിച്ച് മെയിൻ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാണ്. കാരണം ഇൻ്റർലേക്കൻ OSTയിൽ നിന്ന് സൂറിച്ച് മെയിൻ സ്റ്റേഷനിലെത്താനായിട്ട് 2 മണിക്കൂറുണ്ട്. അത് ബേൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യും, ട്രെയിൻ മാറണം. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ബിക്കോസ് ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇൻ്റർലേക്കൻ OSTയിലേക്കുള്ള ബസ് വെയിറ്റ് ചെയ്ത് കാണും. ജസ്റ്റ് ഇവിടെ നിന്ന് 5 മിനിറ്റ്സ് എന്തോ നടന്നാൽ മതി. പക്ഷേ ലഗേജൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ എന്തായാലും ബസ്സിന് തന്നെ പോകാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി, ഇൻ്റർലേക്കൻ OST എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. ഇതാണ് ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിനാണിത്. ഇവിടുത്തെ ഒരു മെയിൻ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയത് ഇവിടുത്തെ ആൾക്കാരുടെ ബിഹേവിയറാണ്. ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഹെൽപ്പ് ചോദിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങളിപ്പോൾ രാവിലെ ബസ് സ്റ്റോപ്പിൽ നിന്നു. യൂഷ്വലി ഞങ്ങൾ വരാറുള്ള ബസ് സ്റ്റോപ്പ് തന്നെയാണ്. അവിടെ ബസ് കാത്ത് നിൽക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു കക്ഷി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ആള് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ പോയി, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, അവിടെ റോഡ് പണി നടക്കുകയാണ്, അപ്പോൾ ഈ വഴി ബസ് വരില്ല, നിങ്ങൾക്ക് വേറെ വഴിയാണ് ബസ് വരുന്നത്. എന്നിട്ട് ആ കക്ഷി ഞങ്ങളെ ഒപ്പം വന്നിട്ട് ബസ് സ്റ്റോപ്പ് കാട്ടിത്തന്ന് ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് ആളവിടെ നിന്ന് പോയി. അത്യാവശ്യം നല്ല ഏജുള്ളൊരു കക്ഷിയാണ്. പക്ഷേ ആളുടെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, ഒരു സ്ട്രേഞ്ചറായ നമ്മളോട് അവരത്രയും സിൻസിയർലി ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നുള്ളതിൽ അതിശയം തന്നെയാണ്. ബിക്കോസ് നമുക്കറിയാലോ, നമ്മൾ പല സ്ഥലത്തും പോയിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലത്തും നമ്മൾ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ. ഇത് പിന്നെ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇല്ലേ, ഇവിടെ ഓരോ പ്ലാറ്റ്ഫോമിലും ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് അവർ. ഇപ്പോൾ ടൈം ഏകദേശം 8 സംതിങ് ആയിട്ടുള്ളൂ, 8:50 ഇനിയിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ്സ് ഉണ്ട്. തിരക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ട്രെയിൻ നേരെ ബേൺ പറയുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ നിന്ന് 10 മിനിറ്റ്സ് ഉണ്ട്. 10 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾ വേറെ ട്രെയിനിൽ സൂറിച്ചിലേക്കുള്ള ട്രെയിനിൽ പോകും. ദെൻ അവിടെ എത്തിയിട്ട് പിന്നെ ഉച്ചക്ക് 1:30ക്കാണ് പാരീസിലേക്കുള്ള ട്രെയിൻ. ഓക്കെ, ഞങ്ങളിപ്പോൾ ബേണിലെത്തി. എന്നിട്ട് ബേണിൽ നിന്ന് സൂറിച്ച് മെയിൻ സ്റ്റേഷനിലേക്കുള്ള ട്രെയിനിലാണ് ഇപ്പോൾ കയറിയത്. ബേണിൽ നിന്ന് സൂറിച്ചിലേക്കുള്ള ട്രെയിനിൽ നമുക്ക് റെസ്റ്റോറൻ്റ് ഒക്കെ അവൈലബിൾ ആണ്. ഉണ്ടല്ലോ ബാക്ക് സൈഡിൽ
ഇവിടെ നമുക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. ഇവിടെ നിന്ന് പേ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാന്നുള്ള രീതിയിൽ. മെയിൻ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പാരീസിലേക്കുള്ള ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുള്ള ആദ്യം നോക്കണം. എന്നിട്ട് നോക്കിയിട്ട് വേണം ഇനി അവിടെ പോകാൻ. ഇനി ഏകദേശം 1.5 hours ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ തിരക്കൊന്നും പിടിച്ച് പോകണില്ല. സ്ലോലി തന്നെ പോയിട്ട് എവിടെയെങ്കിലും വെച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കാനുള്ള പ്ലാനാണ്. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഞങ്ങൾ കണ്ടുപിടിച്ചു. പ്ലാറ്റ്ഫോം നമ്പർ 14 ആണ്. ഞങ്ങളിവിടെ ചോദിച്ചു. പിന്നെ ഓൺലൈനായിട്ട് അവർ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അതിലും ചെക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഏകദേശം 1 hour മേലെ ഉണ്ട് സമയം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ തന്നെ അവരുടെ റെസ്റ്റോറൻറ്റും പിന്നെ വാഷ്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെയാണ് അതിൻ്റെ സെക്ഷനുള്ളത്. ഓക്കെ, പ്ലാറ്റ്ഫോം ഇപ്പോൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം വരുന്നത് ഏറ്റവും മേലെ തന്നെയാണ്. ഇന്നലെ ഞങ്ങൾ ഇൻ്റർലേക്കനിലേക്ക് പോയത്, മിനിഞ്ഞാന്ന് ഇൻ്റർലേക്കനിലേക്ക് പോയത് ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ്. താഴത്തുനിന്ന് അടിയിലേക്ക് 2 നിലയിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഇൻ്റർലേക്കൻ പോയത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തന്നെയാണ് പാരീസിലേക്കുള്ള മെയിൻ ട്രെയിനൊക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലോറിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന ഫ്ലോറിൽ തന്നെയാണ്. ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലഗേജൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കണ്ടില്ല. ബാക്കിൽ ലഗേജ് റൂമാണ് അതൊക്കെ. അവിടെ തന്നെയാണ് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ 14 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. കണ്ടില്ല, ട്രെയിൻ ഇപ്പോൾ എത്താറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കോച്ച് നമ്പർ 17 ഞങ്ങളുടെ ടിക്കറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇത്ര ആൾ ബാക്ക് സൈഡിലൊക്കെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എത്തുന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 4 മണിക്കൂർ ട്രാവലിംഗ് ടൈം ഉണ്ട് ഇവിടെ നിന്ന് നേരിട്ട് പാരീസിലേക്ക്, സൂറിച്ച് മെയിൻ സ്റ്റേഷനിൽ നിന്ന്. പാരീസിൻ്റെ തന്നെ ട്രെയിനാണ്, TJB എന്ന് പറയുന്ന ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിനാണ് അതിൻ്റെ. അപ്പോൾ അതും ഓക്കെ, എനിക്ക് തോന്നണു ട്രെയിൻ വരണ്ടെന്ന് തോന്നുന്നു. ഞാൻ കാട്ടിത്തരാം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ബുള്ളറ്റ് ട്രെയിനിലൊന്നും ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ലെറ്റ്സ് സീ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി, TJB ബുള്ളറ്റ് ട്രെയിനിൽ കയറി. ഇവിടുത്തെ ഫെസിലിറ്റീസ് കിടിലൻ ഫെസിലിറ്റീസാണ്. സീറ്റ് ഇവിടെ ഞാൻ കാട്ടിത്തരാം ഇതിൻ്റെ ഫെസിലിറ്റീസൊക്കെ.
20 minutes ഉണ്ട് ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഉണ്ടല്ലേ, സീറ്റ് എം ടി ആണോ, മേ ബി കുറച്ച് ഇരിക്കാൻ ആൾക്കാർ. അത്യാവശ്യം പവർ ക്ലബും ഉണ്ടല്ലോ, ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ സീറ്റിംഗ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ഇതാണ്. ഇപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഇവിടെ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ളൊരു ട്രെയിനാണ്. ഇപ്പോൾ ഇവിടെ ബാക്ക് സൈഡിൽ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിറ്റ്സർലാൻഡിലത്തെ എല്ലാ ട്രെയിനിലും വാഷ്റൂമൊക്കെ നല്ല ക്ലീനാണ്. അപ്പോൾ ഇതിപ്പോൾ ഫ്രാൻസിൻ്റെ ട്രെയിനാണ്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ക്ലീനാണ്. ഞങ്ങളിവിടെ പാരീസ് ഗർ ഡി ലിയോൺ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി. പാരീസിൻ്റെ മെയിൻ സ്റ്റേഷനാണ്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സെപ്പറേറ്റ് ചെക്ക് ഇൻ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ബാക്ക് സൈഡിൽ കണ്ടില്ലേ ചെക്ക് ഇൻ കൗണ്ടർ ഉണ്ട്. ഇവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കുള്ള ചെക്ക് ഇൻ കൗണ്ടറാണത്. അവർക്കുള്ള ചെക്ക് ഇൻ കൗണ്ടറാണെന്ന് തോന്നുന്നത്. കണ്ടില്ല ബാക്ക് സൈഡിൽ നമ്മൾ ദുബായ് എയർപോർട്ടിലെത്തില്ല, സ്മാർട്ട് ഗേറ്റ് പോലെ ഏകദേശം അതുപോലെ തന്നെയാണ്. ഇവിടുന്ന് ട്രെയിനിന് പോകുന്നവർക്ക് അത് ചെക്ക് ഇൻ ചെയ്തിട്ടാണ് ഉള്ളിൽ കയറുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ വേറെ പ്രൊസീജിയറൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പുറത്തേക്കുള്ള വഴിയിൽ കൂടെ എക്സിറ്റ് അടിച്ച് വന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മേ ബി ഈ സമയമായതുകൊണ്ടായിരിക്കാം. ചോദിച്ചു എവിടെ നിന്നാണ് മെട്രോ ആക്സസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ താഴത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ കണ്ടില്ല ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മെട്രോ താഴത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് മെഷീനും താഴെ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് പോവാണ്. താഴത്തേക്ക് പോയിട്ട് പിന്നെ എടുക്കാൻ വേണ്ടി. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ മെട്രോ വണ്ടിൻ്റെ അങ്ങോട്ട് പോയിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള ഇതിലാണ്. ഇപ്പോൾ ടിക്കറ്റ് മെഷീൻ തപ്പിക്കൊണ്ടിരിക്കണം. ഓക്കെ അവിടെ കിട്ടി. അവിടെ ഒരു കൗണ്ടർ ഉണ്ട് കണ്ടില്ലേ. ഓക്കെ കിട്ടി. അപ്പോൾ ഇവിടെ ആൾക്കാരത് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ മെട്രോ വണ്ടിയിൽ കയറിയിട്ട് സെക്കൻഡ് സ്റ്റോപ്പിലാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഇവിടുത്തെ മെട്രോയുടെ ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ടിക്കറ്റ് പ്ലസ് എന്ന് പറഞ്ഞുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക്
മെട്രോ, ബസ്, ട്രാം എല്ലാത്തിലും പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ്, അതായത് ഒരു പ്രാവശ്യം ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണെങ്കിൽ ആ ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് 1.9 യൂറോ ആണ്. അപ്പോൾ അതിനേക്കാളും പ്രോഫിറ്റബിൾ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 ടിക്കറ്റ് ഒന്നിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ, അതിൻ്റെ പേരാണ് കാർനെറ്റ് എന്ന് പറയുന്നത്, കാർനെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ 10 ടിക്കറ്റ് ഒന്നിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ 14.90, അതായത് ഏകദേശം ഒരു 5 യൂറോ നമുക്ക് ലാഭമാണ് 10 ടിക്കറ്റ് ഒന്നിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ 10 ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡിറ്റി ഇല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു പ്രാവശ്യം ഒരു ട്രാവൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് കഴിഞ്ഞു, പിന്നെ അടുത്ത ടിക്കറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും പാരീസിൽ 3 days ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഈ 10 ടിക്കറ്റ് ഞങ്ങൾക്ക് യൂസ് ആയിരിക്കും. ഇനിയിപ്പോൾ തീർന്നു കഴിഞ്ഞാൽ തന്നെ അഗെയിൻ 10 ടിക്കറ്റ് വാങ്ങുന്നതായിരിക്കും പ്രോഫിറ്റ്. ടോട്ടൽ 15 യൂറോയുടെ അടുത്ത് കൊടുത്തു. ശരിക്കും 4.9 യൂറോ ഈ 10 ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്. ഇപ്പോൾ ഞങ്ങൾ ആ ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പീസാണ്, കണ്ടില്ലേ, ഇങ്ങനത്തെ 10 ടിക്കറ്റ് ഉണ്ട്. ഓക്കെ, ഓരോ പ്രാവശ്യവും പോകുമ്പോഴും ഇതിന് ഓരോന്നെടുത്ത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഞങ്ങൾ മെട്രോയിലേക്ക് പോവാണ്. മെട്രോയിൽ നിന്ന് നേരെ അടുത്ത സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയിട്ട് അവിടെയാണ് ഞങ്ങൾ അക്കോമഡേഷൻ. ദെൻ ഇന്ന് ഫുള്ള് റെസ്റ്റാണ്. അത് കഴിഞ്ഞ് നാളെയാണ് ഞങ്ങൾ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ ഞങ്ങൾ നേരെ ലോർവെ മ്യൂസിയം അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. പർച്ചേസ് ചെയ്ത് അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്തെന്നുള്ളത് ഇപ്പോൾ കാട്ടിത്തരാം. ഇവിടെ വന്നിട്ട് പിന്നെ ബാക്കടിക്ക് ബൈ ടിക്കറ്റ് അടിച്ചോ. ഓക്കെ, ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ടിക്കറ്റ് പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അത് മെട്രോ, ട്രാം, ബസ് എല്ലാത്തിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്ത് എന്നിട്ട് പിന്നെ ഫുൾ ഫെയർ ആണ്, നമ്മൾ 10 years ഓൾഡ് എല്ലാം. ഓക്കെ, ഇതിലൊരു ഓപ്ഷൻ ഉണ്ട് ലാസ്റ്റത്തെ, കണ്ടില്ലേ, ഈ 10 അതെന്ന് പറഞ്ഞാൽ 10 ടിക്കറ്റാണ്. 10 ടിക്കറ്റിന് നമുക്ക് ആകെ കൊടുക്കേണ്ടത് 14.90 യൂറോ ആണ്. ഒരു ടിക്കറ്റിനാണെങ്കിൽ 1.90 യൂറോ ആണ്. അപ്പോൾ നമുക്ക് 10 എന്തായാലും നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഒരു ദിവസം തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഈ 10 ഡിഫറെൻറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ 10 വാങ്ങുന്നതാണ് പ്രോഫിറ്റ്. അപ്പോൾ അതടിക്കുക, അത് സെലക്ട് ചെയ്തിട്ട് പിന്നെ അതിൽ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, വാലിഡേറ്റ് കൊടുത്ത്, കണ്ടില്ല. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ഉണ്ട്. എന്നിട്ട് ഇവിടെ ക്രെഡിറ്റ് കാർഡ് എൻ്റർ ചെയ്യുക, അതിൻ്റെ പിന്നടിക്കുക. അപ്പോൾ തന്നെ നമുക്ക് താഴെ ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്തിട്ട്, കണ്ടില്ല, ഇങ്ങനത്തെ 10 നമുക്ക് കിട്ടും. പിന്നെ ഇത് യൂസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ മെട്രോയിലേക്ക് ചെക്ക് ഇൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ ചെക്ക് ഇൻ ചെയ്തു. ഇനി നേരെ ഞങ്ങൾ മെട്രോയിൽ കയറാൻ പോവാണ്.